നിങ്ങളുടെ ഉള്ളിൽ അടിഞ്ഞുകൂടിയ കൊടിയ വിഷമുണ്ടല്ലോ, അതിന് കിട്ടിയ ശിക്ഷയാണ് നിങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കത്തില്ല. 7 വർഷം നിങ്ങൾ ജയിലിൽ കിടക്കും. സാർ, ഇനി കോടതി കൂടുമ്പോൾ നിധിയെ കൊണ്ടുവരല്ലേ സാർ? ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും താൻ അന്വേഷിക്കണ്ട, അത് ഞങ്ങൾ നോക്കിക്കോളാം. വലിയ കൊമ്പത്തെ വക്കീലിനല്ലേ കൊണ്ടുവന്നേക്കുന്നത്. സംശയം വല്ലതുണ്ടെങ്കിൽ ദേ അങ്ങോട്ട് ചോദിച്ചാൽ മതി. അതെ, ജില്ലാശുപത്രിയിലേക്ക് പോവാ. നിങ്ങളുടെ വണ്ടിയുണ്ടോ? ഇനി കാറിന് വേണം. കാറിപ്പോ. ശരി. എങ്ങനെ നന്ദി പറയണമെന്ന് പോലും എനിക്കറിയില്ല. ആകെ പിടിവിട്ട് നിൽക്കുന്ന അവസ്ഥയിലാ എനിക്കന്ന് നിന്റെ കോള് വന്നത്. ഞങ്ങളുടെ ജീവിതം അന്ന് രക്ഷിച്ചത്. പിന്നെ നമ്മൾ വിജയിക്കുമല്ലോ അല്ലേ? എടാ, ഇത് കോടതിയാണ്, നിയമമാണ്. ജയിക്കുന്നത് തന്ത്രങ്ങളാണ്. എന്നുവെച്ചാ ജയവും പരാജയമൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാന്ന്. നമുക്കിപ്പോ ഒരു ചൂട് ചായ കുടിക്കാം. ബാക്കി 3 മണിക്ക്. നീ വാ. നീ എന്തിനാ നിധി ഇപ്പോഴും ഇങ്ങനെ ടെൻഷൻ ആവുന്നത്? ആ റിപ്പോർട്ടിൽ എന്തായിരിക്കും എന്നൊരു പേടി. എന്തിന്? ശിവാനി പ്രഗ്നന്റ് അല്ലെന്ന് ഉറപ്പല്ലേ? റിപ്പോർട്ട് വായിക്കുന്നതോടെ അവരുടെ എല്ലാ കള്ളവും പൊളിയും. അല്ലേ അർജുൻ? നമുക്ക് നോക്കാം. നന്നായിട്ട് വിയർക്കുന്നുണ്ടല്ലോ. അല്ല, ആ റിപ്പോർട്ടിൽ എന്തായിരിക്കും ആലോചിച്ചിട്ട് എനിക്കൊരു മനസ്സമാധാനം കിട്ടുന്നില്ല. റിപ്പോർട്ടിൽ വേറെ എന്ത് വരാനാണ്? നിനക്ക് ഇരട്ട കുട്ടികളാണെന്ന് ഡോക്ടർ എഴുതി സൈൻ ചെയ്തിട്ടുണ്ടാവും. അതിന്റെ വീഡിയോയും കാണും. അതല്ല, ഇനിയിപ്പോ ഞാൻ പ്രഗ്നന്റ് അല്ലാന്ന് വല്ല റിപ്പോർട്ടും വന്നാലോ? നീ പ്രഗ്നന്റ് അല്ലേ? നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? ആ വക്കീൽ അർജുൻ മാധവ് ചില്ലറക്കാരനൊന്നുമല്ല. ആ ഡോക്ടർ എങ്ങാനും സ്വാധീനിച്ച് വല്ല കള്ള റിപ്പോർട്ട് ഉണ്ടാക്കിയാലോ? അതാ എന്റെ പേടി. നീ ഒന്ന് ചുമ്മായിരുന്നേ. ജില്ലാ ആശുപത്രിയിലെ ഗവൺമെന്റ് ഡോക്ടറാണ് പരിശോധിച്ചിരിക്കുന്നത്. അവിടെ ഒരു തിരിമറി നടക്കാൻ പോകുന്നില്ല. സത്യം എന്താണെന്ന് വെച്ചാൽ അതിപ്പോ തെളിയും. നമ്മുടെ അഭിമാനമാണ് ആ പോലീസുകാരായിരിക്കുന്ന റിപ്പോർട്ട്. സെഷൻസ് കേസ് നമ്പർ 540/2025 പ്രതി നിധി ഗൗതം. കേറി നിൽക്ക്. ശിവാനിയെ മെഡിക്കൽ പരിശോധനയ്ക്ക് ഹാജരാക്കിയതിന്റെ റിപ്പോർട്ട് എവിടെ?
എന്താ നിധി ഇത്? ശിവാനി പ്രഗ്നന്റ് അല്ല എന്നായിരുന്നല്ലോ നിങ്ങളുടെ വാദം. ദേ, മെഡിക്കൽ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ശിവാനിക്ക് ഇരട്ടക്കുട്ടികൾ തന്നെയാണെന്നാ റിപ്പോർട്ട്. ദാ നോക്ക്, അതിനുള്ള വീഡിയോയും ഉണ്ട്, കൃത്യമായിട്ട് കാണാം. എന്താ നിധി ഇതിന്റെയൊക്കെ അർത്ഥം? കോടതിയിൽ വന്നു നിന്ന് കള്ളം പറയാമെന്നാണോ വിചാരിച്ചത്? സർ, ആ റിപ്പോർട്ടിൽ എന്തോ കുഴപ്പമുണ്ട്. നോ യുവർ ഓണർ, ഒരു ഗവൺമെന്റ് ഡോക്ടർ നൽകിയ റിപ്പോർട്ടിനെ പോലും പ്രതി ഇപ്പൊ സംശയിക്കുകയാണ്. യുവർ ഓണർ, ഇതോടുകൂടി പ്രതിയുടെ സത്യസന്ധത പോലും കപടമാണെന്ന് കോടതിക്ക് മുന്നിൽ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ പ്രതിക്ക് അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷ കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതിക്ക് മുന്നിൽ ഒരിക്കൽ കൂടി അപേക്ഷിക്കുന്നു. ഇനി ഡിഫൻസ് അഡ്വക്കേറ്റ് എന്താ പറയാനുള്ളത്? യുവർ ഓണർ, ശിവാനിക്ക് ഇരട്ടക്കുട്ടികളാണെന്ന് മെഡിക്കൽ റിപ്പോർട്ട് കിട്ടിയതിൽ ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ ഞാൻ അഭിമാനിക്കുന്നു. അവർക്കുണ്ടായ അപമാനം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് സത്യം തെളിയിക്കുന്നതിന് വേണ്ടി മെഡിക്കൽ പരിശോധന വേണമെന്ന് ഞാൻ ആവശ്യപ്പെട്ട കാര്യം ബഹുമാനപ്പെട്ട കോടതിക്കും അറിയാവുന്നതാണ്. ഇനി കേസിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഡോക്ടർ നൽകിയ സർട്ടിഫിക്കറ്റ് പ്രകാരം തെളിയിക്കപ്പെട്ട ശിവാനിയുടെ പ്രഗ്നൻസിയിലുള്ള ഇരട്ടക്കുട്ടികളെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എന്റെ കക്ഷി ശിവാനിക്ക് ഇളനീരിൽ മയക്കുമരുന്ന് കലർത്തി കൊടുത്തു എന്നാണ് പ്രോസിക്യൂഷൻ ആരോപിക്കുന്നത്. എഫ്ഐആറിൽ പറയുന്ന ക്ഷേത്രത്തിൽ വെച്ച്, അതായത് പാറേക്കാവിൽ എന്നറിയപ്പെടുന്ന ക്ഷേത്രത്തിൽ വെച്ച് അങ്ങനൊരു സംഭവമേ ഉണ്ടായിട്ടില്ലെന്ന് ബഹുമാനപ്പെട്ട കോടതിയെ ഞാനിത് അറിയിക്കുകയാണ്. ഒബ്ജക്ഷൻ യുവർ ഓണർ. തെളിവുകളും സാക്ഷികളും എല്ലാം കൃത്യമായി പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടുള്ളതാണ്. യുവർ ഓണർ, തെളിവുകളിലേക്കും സാക്ഷികളിലേക്കും ഒക്കെ കടക്കുന്നതിന് മുന്നേ എനിക്ക് പരാതിക്കാരിയായ ശിവാനിയെ ഒന്നുകൂടി വിസ്തരിക്കാനുള്ള അനുവാദം തരണമെന്ന് അപേക്ഷിക്കുന്നു. ഒബ്ജക്ഷൻ യുവർ ഓണർ. പ്രഗ്നന്റ് ആയ ഒരു പെൺകുട്ടിയെ നിരന്തരം കൂട്ടിൽ കയറ്റി നിർത്തി വിസ്തരിച്ച് ചോദ്യങ്ങൾ ചോദിച്ച് ശാരീരികമായും മാനസികമായും തളർത്താനുള്ള പ്രതിഭാഗം വക്കീലിന്റെ തന്ത്രം മാത്രമാണിത്. മിസ്റ്റർ അർജുൻ, ഇനിയൊരു വിസ്താരം അനുവദിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ദിസ് ഇസ് അൺഫെയർ യുവർ ഓണർ. ഇതൊരു നിർഭാഗ്യകരമായ തീരുമാനമായി പോയി. ശിവാനി പ്രഗ്നന്റ് ആണോ അല്ലയോ എന്നത് ഒരു സബ്ജക്റ്റേ അല്ല എന്ന് കോടതി തന്നെ നിരീക്ഷിച്ച സാഹചര്യത്തിൽ പ്രധാന വിഷയമായ മയക്കുമരുന്ന് കൊടുത്തു എന്ന ആരോപണത്തെക്കുറിച്ച് ശിവാനിയോട് ഒരു ചോദ്യം പോലും ഞാൻ ചോദിച്ചിട്ടില്ല. ദയവ് ചെയ്ത് ഒരു ഡിഫൻസ് അഡ്വക്കേറ്റ് എന്ന നിലയിൽ എനിക്ക് ദയവായി ആ പ്രിവിലേജ് അനുവദിച്ചു തരണമെന്ന് കോടതിയോട് ഞാൻ അപേക്ഷിക്കുന്നു. പെർമിഷൻ ഗ്രാൻഡഡ്.